ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നാരങ്ങാച്ചാറാണ് റെഡിയാക്കാൻ പോണേ. വേനൽക്കാലത്ത് മാത്രമേ ഈ നാരങ്ങാച്ചാർ റെഡിയാക്കാൻ പറ്റുള്ളൂ. 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ ഈ അച്ചാർ 2-3 കൊല്ലം കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ അച്ചാറിന് ഒരു തുള്ളി കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഉണക്ക നാരങ്ങ അച്ചാർ. 1/2 കിലോ നാരങ്ങ എടുത്ത് കഴുകി തുടച്ച് വെച്ചേക്കണതാണ് കേട്ടോ. നാരങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ കട്ട് ചെയ്യണ റൗണ്ടിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഒരുപാട് കനം കുറയ്ക്കണ്ട, കുറേശ്ശെ കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ടിയിൽ വേണം നാരങ്ങ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പുരട്ടി കൊടുത്തു. ഇനി നമ്മളിത് 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവുക. ഒന്നെങ്കിൽ ഒരു കവറിൽ വെക്കുക, വാഴയിലയിൽ വെച്ച് ഉണക്കിയാലും മതിട്ട. ഇതിന്റെ കൂടെ നമ്മൾ പച്ചമുളകും ഉണക്കും. പച്ചമുളക് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നാരങ്ങ റെഡിയാക്കുന്നതിന്റെ തലേ ദിവസം തന്നെ പച്ചമുളക് ഉപ്പ് പുരട്ടി വെച്ചോളൂ. പച്ചമുളകിനെക്കാട്ടിലും ഇതിൽ സ്വാദ് കിട്ടണത് കാന്താരിക്കാട്ട. എനിക്ക് കാന്താരി കിട്ടിയില്ല. ഏത് കിട്ടുകയാണെങ്കിലും നാരങ്ങ റെഡിയാക്കുന്നതിന്റെ തലേ ദിവസം തന്നെ പച്ചമുളക് റെഡിയാക്കി വെച്ചോളൂ. ഈ രണ്ടും കൂടിയാണ് നമ്മൾ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കാൻ പോണത്. നാരങ്ങയും മുളകും 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെയിലുണ്ടെങ്കിൽ മാത്രമേ 2 ദിവസത്തിൽ ഉണങ്ങി കിട്ടുള്ളൂ. ഈ പാകത്തിന് ഉണങ്ങിയാൽ മതി. എന്താ പറയുക, ഒരുപാട് പപ്പടം പോലെ ഉണങ്ങണ്ട. ഉള്ളിലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം. വക്കൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവണം. അതാണ് പാകം. മുളകും നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അച്ചാറിന് 2-3 സാധനം വറുത്തെടുക്കാം. പാനിലേക്ക് 1/2 ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് 3 നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലി, ജീരകം, കടുകും നല്ലോണം റോസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 4 ചുവന്ന മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിന് എരിവിനുള്ളത് ഈ മുളകും നമ്മൾ ഉണക്കിയ പച്ചമുളകുമാണ് കേട്ടോ. പച്ചമുളകിന് നല്ല എരിവുണ്ട്. അത് കാരണം ഞാൻ ചുവന്ന മുളക് 4 എണ്ണം എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് എന്തോരം എരിവ് വേണോ അതനുസരിച്ച് ചുവന്ന മുളക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. മുളകും ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവയും റോസ്റ്റായി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. എല്ലാം പൊടിച്ചെടുത്തു. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. പാനിലേക്ക് നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ കുറച്ച് കൂടുതൽ യൂസ് ചെയ്തോളൂ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ മുറിച്ചത്. ഇഞ്ചി ഇപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് വേപ്പില, 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി നല്ലോണം ഉണ്ടായിക്കോട്ടെ കേട്ടോ. വെളുത്തുള്ളി ഒരുപാട് കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇതിലേക്ക് ഉണക്കി വെച്ചേക്കണ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ പച്ചമുളകിൽ നാരങ്ങയിൽ ഉപ്പിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ലാസ്റ്റ് നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. 1 അച്ച് ശർക്കരയിൽ 1/4 ഭാഗം എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കണത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് 1 മിനിറ്റ് കുക്ക് ചെയ്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് ഇത്രയേ ഉള്ളൂ. 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റണ അച്ചാറും കൂടിയാണ്. ഇപ്പം നല്ല വെയിലും കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടമാവും. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.